നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. കുവൈത്ത് വിസ നിയമങ്ങളിൽ പുതിയ പരിഷ്കാരങ്ങൾ. കുടുംബ സന്ദർശക വിസയുടെ കാലാവധി നീട്ടുകയും സർവകലാശാല ബിരുദം നിർബന്ധമില്ലാതാക്കുകയും ചെയ്തു. ഈ മാറ്റങ്ങൾ പ്രവാസി മലയാളികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഇഷ്ടമുള്ള ഏത് എയർലൈനിനും യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സന്ദർശകർക്കുണ്ടാകും. കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചതിനാൽ അടുത്ത ബന്ധുക്കൾക്ക് പുറമെ സഹോദരങ്ങൾ, അമ്മാവന്മാർ, മുത്തശ്ശന്മാർ തുടങ്ങിയ 4ാം തലമുറയിലുള്ള ബന്ധുക്കൾക്കും വിസ ലഭിക്കും. സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നതിനായി ഓടുന്ന കാറിന്റെ ബോണറ്റിൽ കയറി നൃത്തം ചെയ്ത 2 ഡ്രൈവർമാർക്ക് ദുബായ് പോലീസ് 50,000 ദിർഹം വീതം പിഴ ചുമത്തി. ദുബായ് ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് മറ്റുള്ളവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിൽ അശ്രദ്ധമായ ഡ്രൈവിംഗ് നടത്തിയതിനാണ് ഇവർക്കെതിരെ നടപടിയെടുത്തത്. വൈറലായ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഡ്രൈവർമാരെ പോലീസ് കണ്ടെത്തിയത്. ഇവരുടെ കാറുകളും പോലീസ് പിടിച്ചെടുത്തു. വിമാനത്തിനുള്ളിൽ പവർ ബാങ്കിന്റെ ഉപയോഗം നിരോധിക്കാൻ എമിറേറ്റ്സ് എയർലൈൻസ് തീരുമാനിച്ചു. ഈ വർഷം ഒക്ടോബർ 1 മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. യാത്രക്കാർക്ക് 100 വാട്ട് മണിക്കൂറിൽ താഴെ ശേഷിയുള്ള ഒരു പവർ ബാങ്ക് കൈവശം വെക്കാൻ അനുമതിയുണ്ടെങ്കിലും അത് വിമാനത്തിനുള്ളിൽ വെച്ച് മൊബൈൽ ഫോണോ മറ്റു ഉപകരണങ്ങളോ ചാർജ് ചെയ്യാനോ വിമാനത്തിന്റെ പവർ സപ്ലൈ ഉപയോഗിച്ച് പവർ ബാങ്ക് ചാർജ് ചെയ്യാനോ പാടില്ല. 5 മാസത്തെ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് കുവൈത്തിൽ പ്രതിഷേധിച്ച 127 ബംഗ്ലാദേശ് തൊഴിലാളികളെ കുവൈത്ത് നാടുകടത്തി. ഇവരെ കൂടാതെ 50 ഇന്ത്യക്കാരെയും 30 നേപ്പാൾ സ്വദേശികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുവൈത്തിലെ നിയമം അനുസരിച്ച് പൊതുസ്ഥലങ്ങളിൽ ഒത്തുകൂടി സമരം ചെയ്യുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. പരാതികൾ ഉണ്ടെങ്കിൽ അതത് എംബസികളെയോ പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ അധികൃതരെയോ സമീപിക്കണം. ഇസ്രായേലിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിച്ച കേസിൽ കാസർഗോഡ് ചിറ്റാരിക്കൽ സ്വദേശി ദേവസ്യക്ക് അനുകൂലമായി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ വിധി പ്രസ്താവിച്ചു. ബത്ലഹേം ടൂറിസ്റ്റ് ഉടമകളായ ജോയൽ ജെയിംസ് നാൽക്കാലിക്കൽ, പിതാവ് ജെയിംസ് തോമസ് എന്നിവർ തട്ടിയെടുത്ത 3.9 ലക്ഷം രൂപ 9% പലിശ സഹിതം 30 ദിവസത്തിനകം തിരികെ നൽകാനും കേസ് നടത്തിയതിന്റെ ചിലവിലേക്കായി 5,000 രൂപ നൽകാനും കമ്മീഷൻ ഉത്തരവിട്ടു. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്കുള്ള ടിക്കറ്റുകളുടെ വിൽപ്പന ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വ്യാജ ടിക്കറ്റുകൾ വിപണിയിൽ വ്യാപകമായി. പ്രത്യേകിച്ച് സെപ്റ്റംബർ 14 നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന്റെ വ്യാജ ടിക്കറ്റുകൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ. ഈ വ്യാജ ടിക്കറ്റുകൾക്ക് 1,500 ദിർഹം മുതൽ 12,000 ദിർഹം വരെയാണ് വില ഈടാക്കുന്നത്. വ്യാജ വെബ്സൈറ്റുകളിൽ നിന്ന് ഇത്തരം ടിക്കറ്റുകൾ വാങ്ങുന്നവർക്ക് പണനഷ്ടം മാത്രമല്ല മാനഹാനിയും സംഭവിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. പുടിനും ട്രംപിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് UAE ഒരു മികച്ച വേദിയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അഭിപ്രായപ്പെട്ടു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ താൻ പുടിനെ നേരിൽ കാണുമെന്ന് ട്രംപ് നേരത്തെ പ്രസ്താവിച്ചതിന് പിന്നാലെയാണ് ഈ പരാമർശം. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് സാധ്യത പൂർണ്ണമായും അവസാനിച്ചിട്ടില്ലെന്നും എന്നാൽ അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ആവശ്യമാണെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.